ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ, കഥ തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം. നിങ്ങൾ ഈ രാത്രിയിലെ കഥയുടെ മായാലോകത്തിലൂടെയുള്ള യാത്ര ശരിക്കും ആസ്വദിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സ്റ്റോറി ബുക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ നിങ്ങളുടെ ബെഡ്റൂം ലൈറ്റുകൾ ഡിം ചെയ്യുക. നല്ലൊരു പശ്ചാത്തല ശബ്ദത്തിനായി ഹെഡ്ഫോൺസ് ചെവിയിൽ വയ്ക്കുക. ഇന്നു രാത്രിയിലെ ഈ യാത്രയിലേക്ക് നമുക്കൊരുമിച്ച് മുന്നോട്ടു പോകാം. കറുത്തിരുണ്ട മുതുകിൽ വെള്ളപ്പാണ്ടുമായി വളഞ്ഞു പുളഞ്ഞു പോകുന്ന മലമ്പാമ്പിനെ വിഴുങ്ങിക്കൊണ്ട് വൈറ്റ് കളർ അമേസ് മുന്നോട്ട് ഓടിക്കൊണ്ടിരുന്നു. കാറിനുള്ളിലെ ചെറിയ തണുപ്പിൽ ആവണി കണ്ണുകൾ അടച്ച് പിന്നോട്ട് ചാരിക്കിടന്നു. ഡ്രൈവിംഗിനിടയിൽ മാധവൻ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി. അവളുടെ മനസ്സിൽ എന്താണെന്ന് അയാൾക്കപ്പോൾ ഒരു ഊഹവുമില്ലായിരുന്നു. നിർവികാരതയാണ് ആ മുഖത്തെങ്കിലും അത് തന്നെയോ എന്ന് അയാൾ സംശയിച്ചു. ആവണി, എന്താ അച്ഛാ? അവൾ കണ്ണു തുറക്കാതെ ചോദിച്ചു. ഒന്നുമില്ല. അവൾ കണ്ണു തുറന്ന് അയാളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അച്ഛന് ടെൻഷനുണ്ടല്ലേ? ചെറുതായിട്ട്. അയാളും ചിരിച്ചു. എന്റെ മാധവ, എന്തിനാ പേടിക്കണേ? ഈ ആവണിയുടെ അച്ഛന്റെ പേര് മാധവൻ തമ്പി എന്നാണ്. അവൾ അയാളുടെ കവിളിൽ അല്പം വേദനിക്കത്തക്ക വിധം ഒന്ന് നുള്ളി. ഓ, എന്നാ കുഴപ്പമില്ല. ബോധമില്ലാത്ത അവസ്ഥയിൽ അയാൾ ആവണിയെ കൂട്ടിക്കൊണ്ടു പോന്നതാണ്. ഇന്ന് സ്വബോധത്തോടെയാണ് അങ്ങോട്ടൊരു യാത്ര. അത് മാധവന്റെ ആവശ്യമാണ്. സുബോധത്തോടെ എല്ലാം ഉപേക്ഷിച്ച് യാത്ര പറഞ്ഞ് അവൾ അവിടം ഉപേക്ഷിക്കണം എന്നത് അയാളുടെ ആഗ്രഹമാണ്. ആഗ്രഹം എന്ന് അച്ഛൻ പറഞ്ഞെങ്കിലും തനിക്ക് അനുസരിക്കാതിരിക്കാൻ കഴിയാത്ത ആജ്ഞയാണെന്ന് അവൾക്കറിയാം. ഇപ്പോൾ അച്ഛൻ പറയുന്നതാണ് ശരിയെന്ന് ആവണിക്കും തോന്നി. അച്ഛൻ പറഞ്ഞതുപോലെ തന്റെ നല്ല ഭാവിക്ക് വേണ്ടിയല്ല, ദേവേട്ടന്റെ നല്ലതിനു വേണ്ടിയാണ് അവൾ അതിന് സമ്മതിച്ചത്. ദേവനും ഉമയ്ക്കുമിടയിൽ അറിയാതെ പോലും ഒരു തടസ്സമാവാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. ദേവന്റെ ഒരിഷ്ടങ്ങൾക്കും താൻ തടസ്സമാവില്ല എന്നല്ല, അവനുവേണ്ടി ജീവൻ നൽകാൻ പോലും അവൾ തയ്യാറാണ്. തുറന്നു കിടക്കുന്ന ഗേറ്റ് കടന്ന് കാർ മുറ്റത്ത് വന്നു നിന്നു. നെഞ്ചിലെവിടെയോ ഒരു കണ്ണുനീർ തുള്ളി പൊട്ടിയടർന്നെങ്കിലും അതിനെ മറക്കാൻ അവൾ ഒരു മുഖം മൂടി എടുത്തിട്ട് കാറിൽ നിന്നും ഇറങ്ങി. എന്നും തങ്ങളോട് കിന്നാരം പറഞ്ഞിരുന്ന അവളെ നാളുകൾക്ക് ശേഷം കണ്ട സന്തോഷത്തിൽ തൊടിയിലൂടെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരുന്ന കള്ളക്കാറ്റ് ഓടി വന്ന് അവളെ പുൽകി. പറയാതെ പോയ പരിഭവത്തിന്റെ പേരിൽ മുറ്റത്തെ ആകാശം മുട്ടുന്ന ചക്കരമാവ് ഇലകൾ പൊഴിച്ചു. അവളെ വിളിച്ച് അണ്ണാറക്കണ്ണന്മാരും കുഞ്ഞിക്കിളികളും ചിലച്ചുകൊണ്ട് പറന്നു നടന്നു. ചിത്രശലഭങ്ങൾ പാറിപ്പറന്നു. വിടർന്നു നിൽക്കുന്ന പൂക്കൾ പുഞ്ചിരി തൂകി. ആവണിയുടെ നെഞ്ചിൽ ഒരു തണുത്ത സുഖമുള്ള കാറ്റ് ചൂളമടിച്ചു. അതിന്റെ തണുപ്പ് അവളുടെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരിയായി വിരിഞ്ഞു. തറവാട്ടിലുള്ളവർ ഉമ്മറത്ത് അവളെ കാത്തിരിക്കുകയായിരുന്നു, ദേവനൊഴികെ. അവൾ ഉമ്മറത്തേക്ക് കയറി. അമ്മായിമാർ ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. അവളുടെ പ്രസൻസ് ഇല്ലാതെ ആ വീട് ഉറങ്ങിപ്പോയിരുന്നു. എല്ലാവരും വ്യക്തമായി അത് മനസ്സിലാക്കാൻ അവളുടെ ആബ്സൻസ് വേണ്ടി വന്നു എന്ന് മാത്രം. സീത വന്നില്ലേ മാധവ? ഇല്ല, ഞാൻ വരണ്ടാന്ന് പറഞ്ഞിട്ടാ. ഇവിടെ വന്നാൽ കരച്ചിലും പിഴിച്ചിലും ഒക്കെയായി ആകെ സീനാവും. ഞങ്ങൾക്ക് അധിക സമയം നിൽക്കാൻ പറ്റില്ല. രാത്രിക്ക് മുന്നേ തിരിച്ചെത്തണം. ഇന്ന് തന്നെ പോകുന്നോ? ഇങ്ങോട്ടിനി എന്റെ കുട്ടിയെ കൊണ്ട് വരരുതെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ പിന്നീട് തോന്നി അവൾ സ്വയം ബോധപൂർവം എല്ലാം ഉപേക്ഷിച്ച് പോരണമെന്ന്. മാത്രമല്ല, ആരും ഇനി അവളെ അന്വേഷിച്ച് അവിടേക്ക് വരരുതെന്നും. എല്ലാവരുടെയും മുഖം മങ്ങി. ദേവനെയാണ് മാധവൻ ഉദ്ദേശിച്ചതെന്ന് എല്ലാവർക്കും മനസ്സിലായി. എന്താ മാധവ അങ്ങനെ? വാക്കുകൾ കൊണ്ട് മുറിച്ചെറിയാവുന്ന ബന്ധമാണോ നമുക്കിടയിൽ? അല്ലായിരിക്കാം. പക്ഷെ ചില ബന്ധങ്ങൾ ബന്ധനങ്ങളാവുമെന്ന് തോന്നുമ്പോഴേ മുറിച്ചു മാറ്റണം. കൂടുതൽ സംസാരിക്കുന്നത് എല്ലാവരെയും മുഷിപ്പിക്കുമെന്ന് കണ്ട് സാവിത്രി പറഞ്ഞു. എല്ലാവരും വരൂ, ഊണ് കഴിക്കാം. എല്ലാവരും എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു. ആവണി ഒരു അന്യയെ പോലെ മാറി നിൽക്കുന്നത് എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. വാ കുട്ടി. സുമിത്ര അവളെ കൈപിടിച്ചുകൊണ്ട് അകത്തേക്ക് കൊണ്ടുപോയി. ഊണുമേശയിലും ദേവനെ കാണാഞ്ഞ് ദേവേട്ടൻ എവിടെയെന്നൊരു ചോദ്യം പുറത്തേക്ക് വരാതെ അവളിൽ തന്നെ ഉയർന്നുകൊണ്ടിരുന്നു. ജോലിക്ക് പോയിട്ടുണ്ടാവുമോ? ഞങ്ങൾ വരുമെന്ന് അറിയിച്ചിട്ടും ദേവേട്ടൻ പോയോ? പോയാലും ഊണ് കഴിക്കാൻ വരേണ്ടതാണല്ലോ. ഒന്നിനും അവൾക്കപ്പോൾ ഉത്തരം കിട്ടിയില്ല. തിരികെ പോകും മുന്നേ ഒന്ന് കാണാൻ കഴിയണേ എന്ന് അവളുടെ മനസ്സ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഊണ് കഴിച്ചെന്ന് വരുത്തി ആവണി ആദ്യം എഴുന്നേറ്റു. അത് കണ്ട് മാധവൻ അവളോട് പറഞ്ഞു, മോളെ, ബുക്സും സർട്ടിഫിക്കറ്റ്സും മാത്രം എടുത്താൽ മതി, വേറൊന്നും വേണ്ട. ഇവിടെ ഉള്ളതൊന്നും ഇനി നിന്റെ ഓർമ്മകളിൽ പോലും വേണ്ട. എങ്കിൽ വേഗം പോയി എടുത്തു വരൂ.
നമ്മൾ താമസിയാതെ ഇറങ്ങുകയായി. ശരി അച്ഛാ, പിന്നെ ലാപ്പും ഫോണും വേണം, അതിലാവശ്യമുള്ള കുറെ കാര്യങ്ങളുണ്ട്. ശരി. അയാൾ എന്തോ ആലോചിച്ച ശേഷം സമ്മതിച്ചു. ആവണിയെ തങ്ങൾക്ക് എന്നേക്കുമായി നഷ്ടപ്പെടുകയാണെന്ന് സങ്കടത്തോടെ എല്ലാവരും തിരിച്ചറിഞ്ഞു. തടയാൻ ആർക്കും കഴിയുമായിരുന്നില്ല. അവൾക്കതാണ് നല്ലതെങ്കിൽ അങ്ങനെ വരട്ടെ. ആവണി നേരെ തന്റെ മുറിയിലേക്ക് നടന്നു. മുറിയിലെത്തി വാതിൽ തുറന്നു. എല്ലാം അതുപോലെ തന്നെയുണ്ട്. അവൾ ചുറ്റും നോക്കി. ബെഡിൽ വന്നിരുന്നു. ഇന്നോളം താൻ കിടന്നുറങ്ങിയ മെത്ത, ഇന്നോളം തനിക്ക് സ്വന്തമായിരുന്നതെല്ലാം താനായി തന്നെ ഉപേക്ഷിക്കുകയാണ്. അവൾ കണ്ണുകൾ അടച്ച് ആ മുറിയുടെ ഗന്ധം ആത്മാവിലേക്ക് ആവാഹിച്ചു. ജനൽ തുറന്ന് പുറത്തേക്ക് നോക്കി. മുറ്റത്തെ പൂവിട്ട ചെടികളും ചാമ്പയ്ക്ക മരവും അവിടെ നിന്ന് കാണാവുന്ന തൊടിയിലെ മരങ്ങളും ചെറിയ മതിലിലൂടെ ഓടിക്കളിക്കാറുള്ള നിറം മാറുന്ന ഓന്തും ഉറുമ്പുകളും ആ കാറ്റുമെല്ലാം ഇന്നു മുതൽ തനിക്ക് അന്യമാണ്. ഒരു നെടുവീർപ്പോടെ അവൾ തിരിഞ്ഞ് എടുക്കാനുള്ളതെല്ലാം എടുത്ത് പുറത്തിറങ്ങി. ഒന്നുകൂടി തിരിഞ്ഞു നോക്കി. പുഞ്ചിരിയോടെ യാത്രാമൊഴി ചൊല്ലി തിരിഞ്ഞു നടന്നു. തങ്ങളുടെ പ്രിയപ്പെട്ടവളെ നെടുവീർപ്പോടെ ആ മുറി യാത്രയാക്കി. അവൾ തിരികെ വരുമെന്ന പ്രതീക്ഷയോടെ. വാതിലിന് പുറത്തേക്കിറങ്ങിയ ആവണി പെട്ടെന്ന് നിന്നു. ഉമയും ജോലിക്കാരി വിജിത്തേടത്തിയും അവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. എടത്തി, അവളുടെ സാധനങ്ങളെല്ലാം കാറിലേക്ക് വെച്ചോളൂ. ആവണിയുടെ കയ്യിൽ നിന്നും അവളുടെ സാധനങ്ങളെല്ലാം വാങ്ങി എടത്തി പുറത്തേക്ക് പോയി. ആവണി, എന്താ ഉമേച്ചി? അവളുടെ മുഖത്തെ ഭാവം എന്തെന്ന് വായിക്കാൻ ഉമയ്ക്കായില്ല. നിനക്ക് വേണ്ടി ഞാൻ എന്തിനും തയ്യാറായേനെ, പക്ഷെ ദേവേട്ടന് മാത്രം. എന്താ ഉമേച്ചി ഇത്? അവൾ അലക്ഷ്യമായി പറഞ്ഞു. ദേവേട്ടനെ കണ്ടോ? ജോലിക്ക് പോയിരിക്കുകയാണല്ലേ? അല്ല, മുറിയിലുണ്ട്. ആവണിയുടെ നെഞ്ചിടിപ്പ് പെട്ടെന്ന് കൂടി. ദേവൻ മുറിയിലുണ്ട്, പക്ഷെ ഒന്ന് കാണാൻ തനിക്ക് അനുവാദമില്ല. ഇന്നലെ വരെ തനിക്ക് ഏറ്റവും അധികാരമുണ്ടായിരുന്നവൻ ഇന്ന് ആരുമല്ലാതായിരിക്കുന്നു. പോട്ടെ ഉമ്മേ. ആവണി വേറൊന്നും പറയാതെ ചിരിച്ചുകൊണ്ട് നടന്നു മറഞ്ഞു. അവൾ അടുക്കളയിൽ കൂടി കടന്ന് പിറകിലെ വാതിലിൽ കൂടി പുറത്തേക്ക് ഇറങ്ങിച്ചെന്ന് നിന്നത് കുളക്കടവിലായിരുന്നു. അവളുടെ ഹൃദയം ആർദ്രമായി. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമായിരുന്നു ഇത്. ഇവിടെ ഇരുന്നാണ് 1000 സ്വപ്നങ്ങൾ നെയ്തത്. ആയുഷ്മാൻ എന്ന ഓർമ്മ വന്നതും അവൾ കണ്ണുകൾ ഇറുക്കിപ്പൂട്ടി. ആ ഓർമ്മകളെ പുറത്താക്കാൻ ശ്രമിച്ചു. കരിയിലകൾ ചിതറിക്കിടക്കുന്ന പടവുകളിലൂടെ അവൾ താഴേക്കിറങ്ങി. നിന്റെ ആഴമളന്ന് നിനക്ക് കൂട്ടാവാമെന്ന് നിന്നോട് പറഞ്ഞ വാക്ക് പാലിക്കാത്തതിന് മാപ്പ്. നിന്നോട് വാക്ക് പാലിച്ചാൽ അത് ദേവേട്ടനെ സങ്കടപ്പെടുത്തും. അതിന് എനിക്ക് വയ്യ. അവൾ ഒരു തളർച്ചയോടെ കുളത്തിലേക്ക് നോക്കി പടവിലേക്കിരുന്നു. പെട്ടെന്ന് ആ ഓളങ്ങളിൽ ഒരു മുഖം തെളിഞ്ഞു. ദേവന്റെ മുഖം. അവളുടെ നെഞ്ചിടിപ്പിന്റെ താളം മുറുകി. അവൾ എഴുന്നേറ്റ് തിരിഞ്ഞു നോക്കി. ഏറ്റവും മുകളിലെ പടവിൽ ദേവൻ. അവൾ പതിയെ പടവുകൾ കയറി അവൻ അരികിലെത്തി. മഹാദേവ, ഈ സതി യാത്ര പറയുകയാണ് കേട്ടോ. പുനർജനിക്കാം പാർവതിയായി. അവൾ നടന്നു മറഞ്ഞു. കാഴ്ചയിൽ നിന്നും മറയും വരെ അവൻ അവളെ തന്നെ നോക്കി നിന്നു. കണ്ണുകൾ നനയാതിരിക്കാൻ അവൾ തന്റെ ഹൃദയത്തിനു ചുറ്റും മുള്ളുകൾ കൊണ്ട് ഒരു വേലി തീർത്തു. ആ വേലിയിൽ ഉരഞ്ഞ് അവളുടെ ഹൃദയത്തിൽ നിന്നും രക്തം പൊടിഞ്ഞു. ദേവന്റെ ഹൃദയം തേങ്ങിയത് ആവണി കേട്ടുവോ? കുളക്കടവിലെ മരച്ചില്ലകളിൽ കൂടുകൂട്ടിയ കിളികൾ അവർക്ക് വേണ്ടി തേങ്ങലോട് ചിലച്ചു. എന്തിനെന്നറിയില്ല, എങ്ങനെയെന്നറിയില്ല, എപ്പോഴോ നിന്നെ എനിക്കിഷ്ടമായി. എന്നാണെന്നറിയില്ല, എവിടെയെന്നറിയില്ല, എന്നിലെ എന്നെ നീ തടവിലാക്കി. എല്ലാം സ്വന്തമാക്കി, നീ സ്വന്തമാക്കി. ഇലകൾ പൊഴിയുമാ ശിശിരസന്ധ്യകളും ഇന്നെന്റെ സന്ധ്യകളിൽ വസന്തമായി. ഇതുവരെ ഇല്ലാത്തൊരഭിനിവേശം ഇന്നെന്റെ ചിന്തകളിൽ നീ ഉണർത്തി. നീ എൻ്റെ പ്രിയ സഖി പോകരുതേ, ഒരു നാളും എന്നിൽ നിന്നകലരുതേ. മിഴികൾ ഈറനായി നിറയുമൻ മൗനവും വാചാലമായി ഇന്ന് മാറി. നീ എൻ്റെ പ്രിയ സഖി പോകരുതേ, ഒരു നാളും എന്നിൽ നിന്നകലരുതേ. ഒന്ന് പതിയെ പോവണ്ണേ, എനിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ. വല്ല വണ്ടിയുടെ അടിയിൽ കയറി ചതഞ്ഞറിഞ്ഞു കിടന്ന ഒരു ഭംഗി ഉണ്ടാവില്ല. ചത്ത് കിടന്നാലും ചമഞ്ഞു കിടക്കണം എന്നാ പറയുന്നേ. തലങ്ങും വിലങ്ങും ചീറിപ്പായുന്ന വണ്ടികൾക്കിടയിലൂടെ പായുമ്പോൾ അവണിക്ക് പേടി തോന്നി. എന്റെ അവണി, ഇത്രയും നാള് ഏതോ പട്ടിക്കാട്ടിൽ കിടന്നതിന്റെ കുഴപ്പാ നിനക്ക്. ഇത് ടൗണാണ്. നീ ബാക്കിൽ കയറുമ്പോ മാത്രമേ ഞാൻ ഇത്രയും പതിയെ പോവാറുള്ളൂ. പിന്നെ ദേ, എന്റെ നാടിനെ കുറ്റം പറഞ്ഞാലുണ്ടല്ലോ. അവണി ആക്ടിവയുടെ പിറകിലിരുന്ന ജ്വാലയുടെ കയ്യിൽ നുള്ളി. ആ, എന്തൊരു വേദനയാടി. എന്റെ നാടിനെ കുറ്റം പറഞ്ഞ നീ ഇനിയും മേടിക്കും.
ഇല്ലേ, നിന്റെ നാട് സുന്ദരിയല്ലേ, എന്റെ ആവണിക്കുട്ടിയെ പോലെ. ആണോ? ആവണി ജ്വാലയെ വട്ടം ചുറ്റിപ്പിടിച്ചു. നീ എന്താടി ഡ്രൈവിംഗ് പഠിക്കാത്തെ? അത് ഒന്നുമില്ലാടി, അതിന്റെ ആവശ്യം വന്നില്ല. ശരിയാ, മഹാദേവൻ തമ്പിയുടെ മകൾക്ക് അതിന്റെ ആവശ്യം എന്താണല്ലേ? ഡ്രൈവർമാരെ വെച്ചാ മതിയല്ലോ. അവൾ വെറുതെ മൂളി. പക്ഷേ ആവണിക്ക് ദേവനുണ്ടായിരുന്നു. ആ തണലിൽ ഒന്നിനും അവൾക്ക് കുറവുണ്ടായിരുന്നില്ല. മറ്റൊരാവശ്യവും. നെഞ്ചിൽ ഒരു നോവ് നിറയുന്നത് അവൾ അറിഞ്ഞു. തറവാട്ടിൽ നിന്നും പോന്നിട്ട് ഇപ്പോൾ 1 മാസമായിരിക്കുന്നു. മാധവൻ തമ്പിയുടെ പണത്തിന്റെ സ്വാധീനം കൊണ്ട് നഗരത്തിലെ ഏറ്റവും നല്ല കോളേജിൽ ആവണിക്ക് അഡ്മിഷൻ കിട്ടി. ആദ്യത്തെ കുറച്ചു ദിവസങ്ങൾ അവൾ സങ്കടത്തിലായിരുന്നെങ്കിലും പുതിയ അന്തരീക്ഷം അവളെ കുറച്ചൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. കോളേജിലെ അവളുടെ ചുരുക്കം ചില ഫ്രണ്ട്സിൽ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ് ജ്വാല. 2 മാസങ്ങൾക്ക് ശേഷം നടക്കുന്ന കോളേജ് ടെക് ഫെസ്റ്റിനു വേണ്ടി സ്ഥിരം സ്പോൺസറായ അവിടുത്തെ ഒരു ബിസിനസ് ടൈക്കൂൺ ശേഖരൻ മേനോനെ കാണാനുള്ള ദൗത്യവുമായാണ് രണ്ടാളും ഇറങ്ങിയിരിക്കുന്നത്. ജ്വാലയാണ് ഇത്തവണ ആ ജോലി കമ്മിറ്റി ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരു കൂട്ടിനു വേണ്ടി അവൾ ആവണിയെയും കൂട്ടി. ഏതൊക്കെയോ വഴികളിലൂടെ ചുറ്റി വളഞ്ഞ് അവസാനം അവരുടെ ആക്ടിവ വലിയൊരു കോമ്പൗണ്ടിലേക്ക് കയറി പാർക്കിംഗ് ഏരിയയിൽ ചെന്നു നിന്നു. ആവണി മൊത്തത്തിലൊന്ന് നോക്കി. 7 നിലകളിലായി പണിതുയർത്തിയ വലിയൊരു ബിൽഡിംഗ്. ഡാർക്ക് ബ്ലൂ കളറിൽ ആ ബിൽഡിംഗ് സൺലൈറ്റിൽ തിളങ്ങുന്നതായി അവൾക്ക് തോന്നി. അവർ രണ്ടാളും റിസപ്ഷനിലേക്ക് ചെന്നു. സുന്ദരിയായ ഒരു പെൺകുട്ടി അവരെ നോക്കി പുഞ്ചിരിച്ചു. മാം, വി ആർ ഫ്രം മേരി മാത കോളേജ്. വി ഹാവ് ആൻ അപ്പോയിന്റ്മെന്റ് വിത്ത് യുവർ MD. ജ്വാല പറഞ്ഞു. ഓ ഷുവർ, ഷി വിൽ ടേക്ക് യു പ്ലീസ്. ആ പെൺകുട്ടി അവിടെ നിന്ന് മറ്റൊരു പെൺകുട്ടിയെ നോക്കി അവരോടായി പറഞ്ഞു. താങ്ക് യു. ആവണിയും ജ്വാലയും ആ പെൺകുട്ടിയുടെ പിന്നാലെ ചെന്നു. സ്റ്റെയർ കേസ് കയറി ഒരു വലിയ റൂമിന് മുന്നിൽ ചെന്ന് അവർ നിന്നു. പ്ലീസ് ബി സീറ്റഡ്. അവിടെ കിടന്ന സെറ്റിയിലേക്ക് കൈ ചൂണ്ടി അവരോട് ഇരിക്കാൻ പറഞ്ഞിട്ട് ആ പെൺകുട്ടി തിരിച്ചുപോയി. 2 മിനിറ്റുകൾക്ക് ശേഷം മുട്ടൊപ്പമുള്ള സ്കേർട്ടും ടോപ്പും ധരിച്ച് മറ്റൊരു സ്റ്റാഫ് മാനേജിംഗ് ഡയറക്ടർ എന്ന ബോർഡ് വെച്ച റൂമിന് തൊട്ടരികായുള്ള റൂമിൽ നിന്നും പുറത്തേക്ക് വന്നു. നിങ്ങൾ അല്പം താമസിച്ചു പോയി. സോറി, സാറ് പോയല്ലോ, ഇന്നിനി കാണാൻ കഴിയില്ല. ജ്വാലയും ആവണിയും പണിയായല്ലോ എന്ന മട്ടിൽ പരസ്പരം നോക്കി. റിയലി സോറി മാം, ഞാൻ ട്രാഫിക് ബ്ലോക്കിൽ പെട്ടുപോയതുകൊണ്ടാ. എന്തെങ്കിലും ഒരു വഴിയുണ്ടോ സാറിനെ കാണാൻ? ഇന്നിനി കാണാൻ പറ്റിയില്ലെങ്കിൽ? ജ്വാല വിഷമത്തോടെ പറഞ്ഞു. അത് കേട്ട് ആവണി ജ്വാലയുടെ മുഖത്തേക്ക് നോക്കി. ജ്വാല ആവണിയുടെ കയ്യിൽ അമർത്തി. മാം പ്ലീസ് മാം. ജ്വാല കെഞ്ചി. ഓക്കെ, ഒന്ന് നോക്കട്ടെ, നിങ്ങൾക്ക് ലക്കുണ്ടെങ്കിൽ നടക്കും. താങ്ക് യു മാം. PA അകത്തേക്ക് പോയി. ഈ കമ്പനി വർഷങ്ങളായി കോളേജിന്റെ സ്പോൺസേഴ്സ് ആണെന്നല്ലേ പറഞ്ഞത്? പിന്നെതിനാ വീണ്ടും ഇത്രയും ഫോർമാലിറ്റീസ്? ഒന്ന് ഫോണിൽ സംസാരിച്ചാൽ സെറ്റ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ? ആവണി ചോദിച്ചു. അതെ, പക്ഷെ ദിസ് ഇയർ ശേഖരൻ സർ റെസ്പോൺസിബിലിറ്റീസ് കംപ്ലീറ്റ് ആയി മകന് കൈമാറി. എല്ലാം നേരിട്ട് മനസ്സിലാക്കി ചെയ്താൽ മതിയെന്നാണ് അച്ഛൻ മകനോട് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ അയാളെ നേരിട്ട് കണ്ടേ പറ്റൂ. ഓ അങ്ങനെയാണല്ലേ. നമ്മൾ ബ്ലോക്കിലൊന്നും പെട്ടില്ലല്ലോ. നീ എന്തിനാ പിന്നെ അങ്ങനെ പറഞ്ഞത്? ഓ എന്റെ ആവണി, നീ ആ നാട്ടിൻപുറത്തിന്റെ നിഷ്കളങ്കതയൊക്കെ പൂട്ടിക്കെട്ടി അലമാരയിൽ വെച്ചോ വേഗം. ഇത് സിറ്റിയാണ്. ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ കുറച്ചധികം കള്ളത്തരമൊക്കെ വേണ്ടി വരും. കണ്ടു പഠിച്ചോ എല്ലാം. ഈ കാര്യത്തിൽ ഞാൻ നിനക്ക് നല്ലൊരു ടീച്ചറായിരിക്കും. ശരി ടീച്ചർ. രണ്ടാളും ചിരിച്ചു. പിന്നെ ആവണി, 2 സുന്ദരി കുട്ടികൾ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ MD കാണാൻ സമ്മതിക്കാതിരിക്കില്ല. അതാണ് എന്റെ ഒരു പ്രതീക്ഷ. നടന്നത് തന്നെ. ഓ നെഗറ്റീവ്. ഞാനൊന്നും പറയുന്നില്ലേ. ഈശ്വരാ, ഈ സുന്ദരി ജ്വാലയെ കാണാൻ അയാൾ സമ്മതിക്കണേ. അപ്പോഴേക്കും PA പുറത്തേക്ക് വന്നു. സർ കഫറ്റേരിയയിലുണ്ട്, പെർമിഷൻ തന്നിട്ടുണ്ട്, വേഗം ചെന്നോളൂ. താങ്ക് യു മാം. ജ്വാല ആവണിയെ പിടിച്ചു വലിച്ചുകൊണ്ട് ഓടി. കഫറ്റേരിയയുടെ വാതിൽ തുറന്ന് അവർ അകത്ത് കയറി. യൂണിഫോം ധരിച്ച ഒരു സ്റ്റാഫ് അവർക്കടുത്തേക്ക് വന്നു. യു ആർ ഫ്രം മേരി മാത? യാ. ആ റെഡ് ഷർട്ട് ഇട്ട ആളാണ് MD. ചെന്ന് കണ്ടോളൂ. വിശാലമായ ആ ഭക്ഷണശാലയുടെ അങ്ങേയറ്റത്തായി ഒരു ടേബിളിൽ ഇരിക്കുന്ന 4 പേരിൽ ഒരാളെ ചൂണ്ടി സ്റ്റാഫ് പറഞ്ഞു. ആവണിയും ജ്വാലയും ഒരുമിച്ച് അവിടേക്ക് നോക്കി. പെട്ടെന്ന് ആവണിയുടെ കണ്ണുകൾ വിടർന്നു. മുഖത്ത് വിശാലമായൊരു പുഞ്ചിരി വിരിഞ്ഞു. അവളുടെ നാവ് ചലിച്ചു. ഏട്ടാ? ജ്വാല അവളെ തുറിച്ചു നോക്കി. ആ വിളി തിരിച്ചറിഞ്ഞ് അവൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ആവണി ഓടിച്ചെന്ന് അവനെ ചുറ്റിപ്പിടിച്ചു. കണ്ടുനിന്നവർ സ്തബ്ധരായി. ആവണി, ഏട്ടനെന്താ ഇവിടെ? ഇത് ഭയങ്കര സർപ്രൈസ് ആയല്ലോ. അതൊക്കെ പറയാം, നീ എന്താ ഇവിടെ? അതൊക്കെയുണ്ട്, ഇപ്പൊ വന്ന കാര്യം പറയാം. ഈ സ്ഥാപനത്തിന്റെ MDയെ കാണാൻ വന്നതാ. കോളേജിൽ നിന്നാണോ? അതെ. അവൻ ഒന്ന് ചിരിച്ചിട്ട് തിരിഞ്ഞു നിന്നു. പിന്നെ കൃത്രിമ ഗൗരവത്തോടെ പറഞ്ഞു. MD, ഈ സ്ഥാപനത്തിന്റെ MD ആയുഷ് മേനോൻ.
അവളുടെ മനസ്സിൽ വിരിഞ്ഞ അതിശയം കണ്ണുകളിൽ പ്രതിഫലിച്ചു. ഈ 6-ാം തമ്പുരാൻ ടച്ച് മാറിയില്ല അല്ലേ? ഇല്ല. കിഴങ്ങ് മാന്താൻ പോയില്ലേ? ഇനിയിപ്പോ മാന്താലോ. കറക്റ്റ് സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. അതേടി, ഇരിക്കെ. അവൻ ചിരിയോട് തലയാട്ടിക്കൊണ്ട് തന്റെ അടുത്ത ചെയർ വലിച്ചിട്ട് അവളെ ഇരുത്തി. കൂടെ ഉണ്ടായിരുന്നവർ സംശയത്തോടെ അവരെ നോക്കി. ഇതെന്റെ അനിയത്തിയാണ്, മൈ സിസ്റ്റർ ആവണി. എല്ലാവരും അവളെയും ജ്വാലയെയും പരിചയപ്പെട്ടു. ഒന്നും അന്വേഷിക്കാതെ തന്നെ ആയുഷ് സ്പോൺസർഷിപ്പിനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സ്റ്റാഫിന് ഓർഡർ കൊടുത്തു. ഫുഡ് കഴിഞ്ഞ് ആവണിയെ ആയുഷ് വീട്ടിലാക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് ജ്വാലയെ പറഞ്ഞയച്ചു. കാര്യങ്ങളൊക്കെ അച്ഛൻ പറഞ്ഞു. ഞാൻ അറിഞ്ഞിരുന്നു. ഒന്ന് വിളിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ എന്റെ കോൾ നീ മറക്കാൻ ശ്രമിക്കുന്നതൊക്കെ നിന്നെ വീണ്ടും ഓർമ്മിപ്പിച്ചാലോ എന്ന് ഭയന്നിട്ടാണ് ഞാൻ വേണ്ടെന്ന് വെച്ചത്. അവർ രണ്ടാളും മാത്രമായ ആവണിയുടെ വീട്ടിലേക്കുള്ള കാർ യാത്രയിൽ അവൻ പറഞ്ഞു. എല്ലാം മറന്നേക്ക്. ശ്രമിക്കുന്നുണ്ട് ഞാൻ. പക്ഷേ പെട്ടെന്ന് കഴിയില്ല. പതിയെ ശരിയായിക്കൊള്ളും. ഒന്ന് നിർത്തി ആയുഷ് തുടർന്നു. ഒരുപക്ഷെ എല്ലാവരും വലിയ വില കൽപ്പിക്കാത്ത ഒരു കാര്യമുണ്ട്. എന്താ ഏട്ടാ? ദേവൻ. എല്ലാവരും അവനെ കുറ്റക്കാരനായിട്ടാവും കാണുക. പക്ഷെ അവന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നാലോചിച്ച് നോക്കിയാ നിനക്കത് മനസ്സിലാവും. അവനെ ഏറ്റവും നന്നായി അറിയുന്ന ആളല്ലേ നീ. ആരും അവനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ കൂടി ശ്രമിക്കുന്നുണ്ടാവില്ല, കുറ്റപ്പെടുത്താനല്ലാതെ. മാത്രമല്ല, എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന നീ പോലും അവനെ ഉപേക്ഷിച്ചു പോന്നു. മതി. ദേവൻ എന്ന് കേട്ടതേ അവളുടെ നെഞ്ച് വിങ്ങാൻ തുടങ്ങിയിരുന്നു. എനിക്കറിയാം ആവണി, നിന്റെ സങ്കടം. അവനും എത്ര വേദനിക്കുന്നുണ്ടാവും. ചിലപ്പോൾ നിന്നേക്കാൾ കൂടുതൽ. നിന്നോട് ആരും അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കില്ലെന്ന് എനിക്കറിയാം. പതിയെ പതിയെ നീ അവനെ വെറുക്കും, മറക്കും. അവനത് സഹിക്കില്ല. നിന്നോട് ഇങ്ങനെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യവും മനസ്സും മറ്റാർക്കെങ്കിലും ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇല്ലേട്ടാ, ദേവേട്ടനെ ഞാൻ വെറുക്കാനോ? ഈ ജന്മത്തില്ല. ഒരു ജന്മത്തിലും എനിക്കതിന് കഴിയില്ല. പക്ഷെ ഇപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഉമയുടെ കൂടെ ദേവൻ സന്തോഷവാനായിരിക്കും. എന്റെ പ്രസൻസ് ഉണ്ടാവാതിരുന്നാ മതി. എന്തോ എനിക്ക് തോന്നുന്നില്ല. എന്തൊക്കെയാണ് പറയുന്നത് എന്ന് മനസ്സിലാവാത്ത മട്ടിൽ അവൾ ആയുഷിനെ നോക്കി. ആവണിക്ക് ദേവനെ നഷ്ടപ്പെടരുതെന്ന് ആഗ്രഹിച്ച ഒരേ ഒരു മനുഷ്യജീവിയായിരുന്നു അവൻ. ആയുഷ്മാനോടുള്ള അവളുടെ പ്രണയം ഏറ്റവും നന്നായി അറിയുന്നയാൾ. അതിനുള്ള അവന്റെ ആദ്യ ശ്രമം വിജയിക്കുമോ? കാത്തിരുന്ന് കാണാം. പകൽ സമയങ്ങളിൽ ഓരോ കാര്യങ്ങളിൽ മുഴുകി സമയം കടന്നു പോകുമെങ്കിലും രാത്രിയായാൽ ദേവൻ അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തും. അവനെ മറന്നു കളയാൻ ശ്രമിക്കുമ്പോഴൊക്കെ 1000 മിഴിവോടെ അവൻ വീണ്ടും അവളിൽ നിറയും. ഓർമ്മ വെച്ച നാൾ മുതൽ എല്ലാം ദേവേട്ടനോട് പറഞ്ഞിരുന്ന ആവണിക്ക് പെട്ടെന്നൊരു ദിവസം അവനില്ലാതെ പറ്റുമായിരുന്നില്ല. തറവാട്ടിലായിരുന്നപ്പോൾ 1 മണിക്കൂർ കൊണ്ട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ അവൾ 1 മിനിറ്റുള്ള വാട്സപ്പ് മെസ്സേജുകളായി അവനെ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നിനും മറുപടി തരേണ്ടതില്ല എന്ന അവളുടെ നിർദ്ദേശം കൃത്യമായി അവനും പാലിച്ചു പോന്നു. അവളുടെ ശബ്ദം ഒന്ന് കേൾക്കാൻ പലപ്പോഴും കൊതിച്ചിട്ടും അവൾ പൂർണ്ണമായും അകന്നു പോയാലോ എന്ന് ഭയന്ന് അവനത് വേണ്ടെന്ന് വെച്ചു. ആവണി തന്നിൽ നിന്നും പൂർണ്ണമായി അകന്നു പോയിട്ടില്ലെന്നത് അവന് വലിയ ആശ്വാസം നൽകി. അവൾക്കും. കുളപ്പടവിൽ ഓളം തല്ലുന്ന വെള്ളത്തിലേക്ക് നോക്കി ദേവൻ വെറുതെയിരുന്നു. എപ്പോഴും തന്റെ അരികിലുണ്ടായിരുന്ന ആവണിയുടെ ആബ്സെൻസ് അവനിൽ ശൂന്യത സൃഷ്ടിച്ചു. അവൾ തനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നുവെന്ന് അവൻ വീണ്ടും വീണ്ടും തിരിച്ചറിയുകയായിരുന്നു. ദേവന്റെ താല്പര്യമില്ലായ്മ ഉമയും തിരിച്ചറിയുന്നുണ്ടായിരുന്നു. ദേവേട്ട. അവൻ വെറുതെ തിരിഞ്ഞു നോക്കി. ദേവേട്ടനെ അച്ഛൻ അന്വേഷിക്കുന്നുണ്ട്. വരാം. എന്തിനെന്ന് പോലും ചോദിക്കാതെ അവൻ എഴുന്നേറ്റു. അറിയാൻ അവന് താല്പര്യമില്ലായിരുന്നു. ദേവൻ ചെല്ലുമ്പോൾ എല്ലാവരുമുണ്ട്. അവൻ ചെന്ന് ഒന്നും മിണ്ടാതെ അവർക്ക് മുന്നിൽ നിന്നു. എല്ലാത്തിനോടുമുള്ള ഒരു താല്പര്യമില്ലായ്മ അവനിൽ വായിച്ചെടുക്കാമായിരുന്നു. ദേവൻ ആകെ മാറിപ്പോയിരുന്നു. ദേവാ, നിങ്ങളുടെ കല്യാണക്കാര്യമാണ്. നിശ്ചയം നടത്താനുള്ള തീയതി കുറിക്കാൻ പോവാണ്. നിനക്കെന്തെങ്കിലും സജഷൻ ഉണ്ടോ? ദേവൻ അത് പ്രതീക്ഷിച്ചിരുന്നില്ല. അവന്റെ മുഖം മാറി. ഇത്ര പെട്ടെന്ന്? പെട്ടെന്നോ? എല്ലാം നേരത്തെ നിശ്ചയിച്ചതല്ലേ ദേവാ? പക്ഷേ മഹാദേവന്റെ മനസ്സിൽ ഒരു മുഖം തെളിഞ്ഞു. സതീദേവിയുടെ മുഖം. എനിക്കിപ്പോൾ പറ്റില്ല. അവന്റെ ശബ്ദം തറവാടിനെ ഞെട്ടിച്ചുകൊണ്ട് അകത്തളങ്ങളിൽ പ്രതിധ്വനിച്ചു. ആ നിമിഷം അങ്ങ് തുറന്നിട്ട ജനാലയിൽ കൂടി ഒരു നനുത്ത കാറ്റ് ആവണിയെ തഴുകി കടന്നുപോയി.